നമസ്കാരം. ഇന്ന് നമ്മൾ ഷോർട്ടിൽ പറഞ്ഞ ആക്റ്റീവ് പാസീവ് വോയിസിന്റെ ഇന്റർചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇത്. ആക്റ്റീവ് പാസീവ് വോയിസസ്. ഇതിൽ ആക്റ്റീവ് വോയിസസിൽ ഒരു 12 ടെൻസ് ഫോംസ് നമുക്ക് പഠിക്കാനുണ്ട്. പാസീവ് വോയിസിൽ ഒരു 8 എണ്ണവും. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ ഒരു ബേസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ആദ്യം നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നോക്കാം. ഹി പ്ലേസ് ക്രിക്കറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പാസീവിലേക്ക് മാറ്റാൻ പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ സെന്റൻസിൽ ഓബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. ഓബ്ജക്റ്റ് ഉള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സബ്ജക്റ്റിനും വെർബിനും ശേഷം വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അതിലെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെന്റൻസ് നോക്കാം. ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്, പ്ലേസ് എന്നുള്ളതാണ് വെർബ്. സബ്ജക്റ്റിനും വെർബിനും ശേഷം വാട്ട് എന്ന് ചോദിക്കുക. ഹി പ്ലേസ്, അവൻ കളിക്കാറുണ്ട്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട് ക്രിക്കറ്റ് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ സെന്റൻസിലെ ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റ് ആണ് നമ്മൾ പാസീവ് വോയിസിന്റെ ആദ്യത്തെ വാക്കായിട്ട്, അല്ലെങ്കിൽ പാസീവ് വോയിസ് തുടങ്ങാൻ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ വാക്ക്, അല്ലെങ്കിൽ പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഓബ്ജക്റ്റ് എടുക്കുന്നു. ക്രിക്കറ്റ് എന്നെഴുതി. ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, തന്നിരിക്കുന്ന സെന്റൻസ്, ഇതിപ്പോ നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് എഴുതിയതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്കറിയാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ടെൻസോ ആയിക്കോട്ടെ, അതേ ടെൻസിലുള്ള പാസീവിന്റെ ഫോം ഉണ്ട്. ആ ഫോമിലേക്കാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് ആണ്. ഇത് ആക്റ്റീവ് വോയിസ് ഫോമാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാസീവ് വോയിസ് ഫോമാറ്റിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം. പാസീവ് വോയിസ് ഫോമാറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, നോക്കൂ, ആദ്യം ഓബ്ജക്റ്റ് വരും, പിന്നെ ആം ഈസ് ആർ പ്ലസ് V3 ആണ് വരിക. ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് V3 ആണ് വരുന്നത്. പാസീവ് വോയിസിലെല്ലാം V3 ആയിരിക്കും. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ആം ഈസ് ആർ പ്ലസ് V3, ഓബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് V3 എന്നുള്ള ഫോമിലേക്ക് വരും. സോ ഓബ്ജക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ക്രിക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ക്രിക്കറ്റ് എന്നുള്ളതിനനുസരിച്ച് ആം ആണോ ഈസ് ആണോ ആർ ആണോ എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ക്രിക്കറ്റ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ആം പറ്റുമോ? പറ്റില്ല. ഐ വന്നാലല്ലേ ആം പറ്റുള്ളൂ. ഈസ്, യെസ്, ഈസ് ആണ് എടുക്കുക. ആർ ഒന്നും പറ്റില്ല. ആർ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റിനാണ്. ഈസ് സിംഗുലർ സബ്ജക്റ്റിന്. ക്രിക്കറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ഈസ് എടുത്തു. ഇനി അപ്പൊ ഈ ഭാഗം കഴിഞ്ഞു. ഇനി V3 എന്ന് പറയുമ്പോൾ ഏത് വെർബിന്റെയാണ്? ഈ തന്നിരിക്കുന്ന വെർബിന്റെ V3 ആണ് എടുക്കേണ്ടത്. പ്ലേ എന്നുള്ളതിന്റെ V3 എന്താ? പ്ലേ എന്നുള്ളത് V1 പ്ലേ ആണ്, V2 പ്ലേയിഡ് ആണ്, V3 എന്ത് തന്നെയാണ്? പ്ലേയിഡ് എന്ന് തന്നെയാണ്. ED ചേർന്ന് V2 ഉണ്ടായ ഏതൊരു വെർബിന്റെയും V3യും ED ചേർന്ന രൂപം തന്നെ ആയിരിക്കും. റെഗുലർ വെർബ്സ് എന്നാണ് അങ്ങനെയുള്ള വെർബ്സിനെ പറയുക. സോ നമ്മൾ എടുത്തു ക്രിക്കറ്റ് ഈസ്, V3 എടുത്തു പ്ലേയിഡ്, അല്ലെ? പ്ലേയിഡ്. ദെൻ ബാക്കി എന്താ വരിക? ബൈ ഏജന്റ് വരണം ഇനി, അല്ലെ? ബൈ ഏജന്റ്. ബൈ ചേർത്തിട്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്റ്റോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൊനൗണോ എടുക്കണം. ക്രിക്കറ്റ് ഈസ് പ്ലേയിഡ് ബൈ ഹി ആണ് അവിടെ. അതെന്തായി മാറും? ഹിം എന്നായി മാറും. ഇതാണ് സിമ്പിൾ പ്രസന്റിന്റെ പാസീവിലേക്കുള്ള ഒരു ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ടെൻസ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി, സിമ്പിൾ പ്രസന്റ് മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ.